നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും റമദാൻ ആശംസകൾ. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ദിനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ കാച്ചിയത് എന്ന് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ ഇച്ചിരി നെയ്യ് ഇട്ടു കേട്ടോ. നെയ്യാണ് ഇട്ടത്. കുറച്ച് നെയ്യ് മതി, 1/4 ടീസ്പൂൺ തന്നെ വേണ്ട. ഏറ്റവും കുറച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പാകത്തിന്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും 2 ഏലക്കായും ഇട്ടു. ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും നമ്മുടെ റവ വറുത്തെടുക്കുന്നതിന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഏലക്കായും സിനമോൺ സ്റ്റിക്ക്, അതായത് കറുകപ്പട്ടയും കൂടി ഇട്ടത്. ഇതിലേക്കൊരു 4 സ്പൂൺ റവ കുറച്ച് മതി. ഒരുപാട് റവ ആയി കഴിഞ്ഞാലും ഇത് കുറുകി പോകും. ഒരുപാട് കുറുകിയിരിക്കാൻ പാടില്ല. പിന്നെ ഇനി ഈ റവ റോസ്റ്റ് ചെയ്ത് വറുത്തെടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകരുത്, പക്ഷെ നല്ലപോലെ മൂത്ത് വരണം. അത് ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ നമുക്ക് കാണുമ്പോൾ അറിയാം, നല്ല മണവും വരും. ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായി വരും, കണ്ടോ? ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നില്ലേ? അതുപോലെ ആകണം. ആകുമ്പോൾ നല്ല മണം വരും. നിങ്ങൾക്ക് ആ മണം ഫീലാകും. ആ ഒരു സമയം വരെ വറുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പാലിലേക്ക് ഇടുമ്പോൾ അത് കട്ട പിടിക്കാൻ പാടില്ല. ഇനി ഞാൻ പാലെടുത്തിട്ടുണ്ട്. 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് എടുത്തത് കേട്ടോ. ഇതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര കുറച്ച് മതി. മധുരം ഒരുപാട് ഒരു പായസത്തിൻ്റെ അത്രയും മധുരമൊന്നും വേണ്ട. കുറച്ച് ചെറുതായിട്ട് മതി. അതായത് നോമ്പൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ നല്ല ക്ഷീണമായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ആദ്യം തന്നെ കഴിക്കുന്നതാണല്ലേ ഈ തരി കാച്ചിയത്. അപ്പോൾ അത് ഒരുപാട് മധുരം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയൊരു മധുരം മതിയാവും. ഇട്ടു. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. പാൽ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള റവ കൂടി ഇതിലേക്ക് ഇടാം. ഈ കറുകപ്പട്ടയും ഏലക്കായും കൂടി ഇടുമ്പോൾ നമ്മുടെ റവ വറുത്തതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വറുത്തെടുത്തത്. ഇത് കണ്ടോ? ഇതിലേക്ക് ഇടുമ്പോൾ ഒരിക്കലും റവ കട്ട പിടിച്ച് കുറുകാൻ പാടില്ല. നല്ല തരിതരിയായിട്ടിരിക്കണം. ആ റവയെല്ലാം നല്ല തരി പോലെ ഇങ്ങനെ വെന്ത് നല്ല ലൂസായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളമല്ല, പാല് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. ഒരുപാട് പാല് കട്ടിയോടെ ആയാലും മധുരത്തോടു കൂടി നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അധികം പാലിൻ്റെതും മധുരമൊന്നും ഇല്ലാണ്ട് ഒരു ഗ്ലാസ്സിലാണ് ഇതിങ്ങനെ കുടിക്കുന്നത് തന്നെ, കുറച്ച് ലൂസായിട്ടില്ലേ? ആ ഒരു ഭാഗത്തിന് വേണം നമുക്കിത് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണിത് കുടിക്കാൻ. ഞാനിവിടെ ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ തരി കാച്ചിയത്. ഇവിടെ ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. ഇതുപോലെ തരിയായിട്ട് നിൽക്കും. റവ ഒക്കെ വെന്ത് വരുമ്പോൾ ഒരിക്കലും ഇത് കുറുകി പോകരുത്, കട്ട പിടിക്കാനും പാടില്ല. അതുപോലെ ആക്കിയെടുക്കാം. അത് ആ റവ നമ്മൾ വറുത്തെടുക്കുന്നതിലാണ് അതിൻ്റെ ഒരു പാകം ഇരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഏലക്കായും കറുകപ്പട്ടയും ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ, മറന്നു പോകരുത്. അത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കണം. അതിനും ഇച്ചിരി നെയ്യ് മതി. ഒരുപാട് നെയ്യ് വേണ്ട. ഒരുപാട് നെയ്യും മധുരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ആദ്യം തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ചേർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ശരിക്കും ഉള്ളി മാത്രം കാച്ചിയിട്ട് എടുക്കുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് എന്നാണ് കേട്ടോ. റിയൽ ടേസ്റ്റ് അല്ല, അതിൻ്റെ ആ ഹെൽത്ത് വൈസ് നോക്കിയാലും ചെറിയ ഉള്ളി കാച്ചി ഒഴിച്ച് റവ കഴിക്കുന്നത് തന്നെയായിരിക്കും ബോഡിക്കായാലും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ നട്ട്സും മുന്തിരിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടുള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇടുന്നില്ല, ഉള്ളി മാത്രം കാച്ചി ഒഴിക്കുന്നുള്ളൂ. ഉള്ളി കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ മതി. ആ ഒരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കാം. കാച്ചി വെച്ചിട്ടുള്ള റവയ്ക്കകത്തേക്ക് ഇതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ തരി കാച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്. ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും ഇതിനകത്ത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് ചെറിയൊരു ഉപ്പും മധുരമൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ തരിക്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.